നമസ്കാരം, CTV ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ രാസലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കളക്ട്രേറ്റ് പടിക്കൽ നടത്തിയ ഉപവാസ സമരം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിൽ പിരിക്കുന്ന അനധികൃത പാർക്കിംഗ് ഫീസ് തൃശൂർ മേയർ എത്തി നിർത്തലാക്കി. വഖഫ് ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് BJP. സിറ്റി ജില്ലാ കമ്മിറ്റി നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലോട്ടറി വിലവർധന ഡയറക്ടറെ പുറത്താക്കണമെന്ന് INTUC. വിശദമായ വാർത്തകളിലേക്ക്. ലഹരിക്കെതിരെ സഭ നൽകിയ മുന്നറിയിപ്പുകൾ തമസ്കരിക്കുവാൻ ശ്രമിച്ചത് വലിയ വിപത്തായി മാറിയത് ഓർക്കണമെന്ന് മാർ ടോണി നീലങ്കാവിൽ. കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ നേതൃത്വത്തിൽ വർദ്ധിച്ചുവരുന്ന രാസലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ അധികാരികൾ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാവശ്യപ്പെട്ട് തൃശൂർ കളക്ട്രേറ്റിന് മുൻപിൽ ഉപവാസ സമരം നടത്തി. ലഹരിക്കെതിരെ വർഷങ്ങളായി സഭ നൽകിയ മുന്നറിയിപ്പുകളുടെ മുൻപിൽ മുഖം തിരിച്ച സർക്കാരുകൾ ഇനിയും കണ്ണു തുറന്ന് ശക്തമായ നടപടികളിലേക്ക് തിരിയണമെന്നും പൊതുസമൂഹം ഉണരണമെന്നും തൃശൂർ അതിരൂപത സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉപവാസ സമരം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ആഹ്വാനം ചെയ്തു. കൊറോണ വ്യാപനം തടഞ്ഞ സർക്കാർ നടപടികൾ നടത്തണമെന്നും ലഹരിയുടെ ക്ലസ്റ്റർ പോയിന്റുകൾ കണ്ടെത്തി വ്യാപനം തടയുവാൻ വേണ്ട നടപടികൾ സ്വീകരിക്കണമെന്ന് യൂത്ത് കൗൺസിൽ സമരത്തിൽ ആവശ്യമുന്നയിച്ചു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ഡോക്ടർ ജോബി തോമസ് കാക്കശ്ശേരി അധ്യക്ഷത വഹിച്ചു. ഡയറക്ടർ ഫാദർ ജിജോ വളപ്പാറ അനുഗ്രഹ പ്രഭാഷണം നടത്തി. പാസ്റ്ററൽ കൗൺസിൽ സെക്രട്ടറി ജോഷി വടക്കൻ മുഖ്യപ്രഭാഷണം നടത്തി. അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ അനു ചാലിൽ, സഭാധാരം PI ലാസർ മാസ്റ്റർ, KCF ട്രഷറർ അഡ്വക്കേറ്റ് ബിജു, കുണ്ടുംകുളം കത്തോലിക്ക കോൺഗ്രസ് ജനറൽ സെക്രട്ടറി KC ഡേവിസ്, മേഴ്സി ജോസ് തുടങ്ങിയവർ പ്രസംഗിച്ചു. യൂത്ത് കൗൺസിൽ ജനറൽ കോർഡിനേറ്റർ ആൻഡോ തൊറയൻ, യൂത്ത് കോർഡിനേറ്റർമാരായ സിൻഡോ പുതുക്കാട്, വിജോ കിഴക്കൂടൻ, മാത്യൂസ് M രാജൻ, കരോളിൻ ജോഷോ, സഭാൻ നടക്കിലാൽ, അനൂപ് പുന്നമ്പുഴ, വില്യംസ് വടക്കാഞ്ചേരി തുടങ്ങിയവർ ഉപവാസമനുഷ്ഠിച്ചു. ഒരു എക്സൈസ് ഉദ്യോഗസ്ഥനെതിരെ ആക്ഷൻ എടുക്കണമെങ്കിൽ അയാൾ അവിടെ കാത്തുകെട്ടി കിടക്കണം, പോലീസ് വരണം. ഉദ്യോഗസ്ഥർക്ക് ഇതുവരെ അനുവാദം കൊടുത്തിട്ടില്ല എന്ന് പോലീസ് അവർ പറയുമ്പോൾ ഞങ്ങളുടെ കാര്യം പരിചാരിക്കൊണ്ട് മാറി നിൽക്കുന്നത് അന്വേഷിച്ചു നോക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇത് ഒരു പ്രാർത്ഥന ഉപവാസം മാത്രമല്ല, ഇത് സമൂഹത്തിന്റെ മനസാക്ഷി ഉണർത്തൽ മാത്രമല്ല, ഇത് ഇടപെടാൻ കഴിവുള്ള ഗവൺമെന്റിനോടും അതുപോലെ തന്നെ ബ്യൂറോക്രസിയോടും ഒരിക്കൽ കൂടെ ഉണർന്ന് ചിന്തിക്കാനും ഇതിന്റെ ഗൗരവം മനസ്സിലാക്കി കൃത്യമായിട്ടുള്ള നടപടികൾ എടുക്കുവാനും ശക്തമായ ശക്തിയോടുകൂടെ ഈ കാര്യത്തിന്റെ അർജൻസി മനസ്സിലാക്കിക്കൊണ്ട് പ്രവർത്തിക്കാനും ഇടവരട്ടെ. അതിന് ഈ പ്രാർത്ഥനാ ഉപവാസം നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിലിന്റെ ഈ പ്രാർത്ഥന ഉപവാസ യജ്ഞം ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നത് പരാതിയുടെ അടിസ്ഥാനത്തിൽ സ്ഥലം പരിശോധിച്ച് കുട്ടനെല്ലൂർ ഹൈലൈറ്റ് മാളിലെ അനധികൃത പാർക്കിംഗ് ഫീസ് ഈടാക്കൽ മേയർ നേരിട്ടെത്തി നിർത്തലാക്കി. തൃശൂർ കോർപ്പറേഷൻ പരിധിയിലെ കുട്ടനെല്ലൂരിൽ സ്ഥിതി ചെയ്യുന്ന ഹൈലൈറ്റ് മാളിൽ അനധികൃത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നുവെന്ന് മേയർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ മേയർ നേരിട്ട് സ്ഥലത്തെത്തി പരിശോധന നടത്തി. അനധികൃത പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിർത്തലാക്കി. KMBR റൂൾ അനുസരിച്ച് നിശ്ചിത സൗജന്യ പാർക്കിംഗ് ഉറപ്പുവരുത്തിയതിന് ശേഷം മാത്രമാണ് പെർമിറ്റ് നൽകിയിട്ടുള്ളത്. പൊതുജനങ്ങളുടെ കയ്യിൽ നിന്നും അനധികൃതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നത് നിയമവിരുദ്ധമാണ്. കോർപ്പറേഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഷീജ, റവന്യൂ ഓഫീസർ സുർജിത്, ക്ലീൻ സിറ്റി മാനേജർ അബ്ദുള്ള നാസർ CK, അസിസ്റ്റന്റ് എഞ്ചിനീയർ, ഓവർസിയർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തുടങ്ങിയവരുടെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തിയത്. അനധികൃതമായി പാർക്കിംഗ് ഫീസ് ഈടാക്കുന്നതിനെതിരെ ശക്തമായ നടപടികൾ സ്വീകരിക്കുന്നതാണെന്ന് മേയർ അറിയിച്ചു. വഖഫ് ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് BJP. സിറ്റി ജില്ലാ കമ്മിറ്റി നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി.
BJP ഓഫീസിൽ നിന്നും ആരംഭിച്ച പ്രകടനം സ്വരാജ് റൗണ്ട് ചുറ്റി കോർപ്പറേറ്റിന് മുൻപിൽ സമാപിച്ചു. തുടർന്ന് പൂത്തിരി കത്തിച്ചും പടക്കം പൊട്ടിച്ചും ആഘോഷം പ്രകടിപ്പിച്ചു. വഖഫ് നിയമം റദ്ദാക്കിയ നരേന്ദ്രമോദി സർക്കാരിനെ അഭിനന്ദനങ്ങളെന്ന ബാനറിന് പിന്നിലായി ഒട്ടേറെ പ്രവർത്തകർ അണിനിരന്നു. KK അനീഷ് കുമാർ ഉദ്ഘാടനം ചെയ്തു. സിറ്റി പ്രസിഡന്റ് ജസ്റ്റിൻ ജേക്കബ് അധ്യക്ഷം വഹിച്ചു. വഖഫ് നിയമ ഭേദഗതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുമെന്ന് അഡ്വക്കേറ്റ് KS നിസാർ. രാജ്യത്തിന്റെ വമ്പിച്ച പ്രതിഷേധങ്ങൾക്കും എതിർപ്പുകൾക്കും ഇടയിൽ ഏകാധിപത്യത്തിന് വഴി തുറന്ന് BJP സർക്കാർ നടപ്പിലാക്കുന്ന വഖഫ് നിയമ ഭേദഗതി രാജ്യത്തെ അസ്ഥിരപ്പെടുത്തുന്ന നടപടിയാണെന്ന് വെൽഫെയർ പാർട്ടി തൃശൂർ ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS നിസാർ പറഞ്ഞു. ജനാധിപത്യത്തെ വെല്ലുവിളിച്ചും ഭരണഘടനയെ പൊളിച്ചടക്കിയും നീതിപീഠങ്ങളെ നോക്കുകുത്തിയാക്കിയുമാണ് മോദി സർക്കാർ നിയമങ്ങൾ നിർമ്മിക്കുന്നത്. രാജ്യത്തെ മുസ്ലിമുകളെയും മതന്യൂനപക്ഷങ്ങളെയും ഉന്മൂലനം ചെയ്യുവാനുള്ള സംഘപരിവാർ ശ്രമങ്ങളുടെ തുടർച്ചയാണിത്. ക്രിസ്ത്യൻ മുസ്ലിം സമൂഹങ്ങൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കിയും വിദ്വേഷം പ്രചരിപ്പിച്ചും പ്രതിപക്ഷ സ്വരങ്ങളെ നിർജീവമാക്കുന്ന നയമാണ് അവർ സ്വീകരിക്കുന്നത്. ഈ ചതിക്കുഴികളെ തിരിച്ചറിയാത്തവരാണ് മുനമ്പം പ്രശ്നം പരിഹരിക്കുവാൻ മോദിക്ക് കഴിയുമെന്ന് കിനാവ് കാണുന്നവരെന്നും അദ്ദേഹം പറഞ്ഞു. പ്രതിപക്ഷ ശബ്ദങ്ങളെയോ മുസ്ലിം സമുദായത്തിന്റെ ആവശ്യങ്ങളെയോ മുഖവിലക്കെടുക്കാതെ കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്ന വഖഫ് നിയമ ഭേദഗതി ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുസ്ലിം ഉന്മൂലന അജണ്ടയാണെന്നും അദ്ദേഹം പറഞ്ഞു. വെൽഫെയർ പാർട്ടി തൃശൂർ കോർപ്പറേഷൻ ഓഫീസിന് മുൻപിൽ നടത്തിയ ജനകീയ പ്രതിഷേധം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ ജനറൽ സെക്രട്ടറി ഉമൈറ KS അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി റക്കീബ് K തറയിൽ, ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം KK ഷാജഹാൻ, ട്രഷറർ ആരിഫ് മുഹമ്മദ് PB, തൃശൂർ മണ്ഡലം പ്രസിഡന്റ് റഫീഖ് PH, ട്രഷറർ യാസീൻ മുല്ലക്കര തുടങ്ങിയവർ സംസാരിച്ചു. ശക്തൻ സ്റ്റാൻഡ് പരിസരത്ത് നിന്നും ആരംഭിച്ച പ്രതിഷേധ പ്രകടനത്തിന് ജില്ലാ നേതാക്കളായ TM കുഞ്ഞപ്പ, സുലേഖ ആസീസ്, സുഹൈബ് അലി, ഷമീറ നാസർ, ഹംസ എളനാട്, ഹാരിസ് VA, ഉസ്മാൻ മുല്ലക്കര, MA കമറുദ്ദീൻ, ഷാജഹാൻ എളനാട്, ഹൈറുനീസ ആരിഫ്, ഷാഹിം KB തുടങ്ങിയവർ നേതൃത്വം നൽകി. ആറാട്ടുപുഴ പൂരം കൊടിയേറി. ആറാട്ടുപുഴ പൂരത്തിന് ആതിഥ്യമരുളുന്ന ആറാട്ടുപുഴ ക്ഷേത്രത്തിൽ ഏപ്രിൽ 3 രാത്രി 8:30 കൊടിയേറി. തന്ത്രി KPC വിഷ്ണു ഭട്ടത്തിരിപ്പാട്, ക്ഷേത്രത്തിന്റെ ഊരാളൻ കുടുംബാംഗങ്ങളായ മാടമ്പ് ഹരിദാസൻ നമ്പൂതിരി, അനൂപ് നമ്പൂതിരി, ചോരഞ്ചേടത്ത് പുരുഷോത്തമൻ നമ്പൂതിരി, ശ്രീകുമാർ നമ്പൂതിരി, ഓട്ടൂർ മേക്കാട്ട് ജയൻ നമ്പൂതിരി, വിനോദ് നമ്പൂതിരി, വിശാഖ് നമ്പൂതിരി കപ്ലിങ്ങാട്ട്, ബാബു നമ്പൂതിരി, ദിലീപ് നമ്പൂതിരി, ബാലകൃഷ്ണൻ നമ്പൂതിരി, ബിജു നമ്പൂതിരി എന്നിവരുടെ സാന്നിധ്യത്തിലായിരുന്നു കൊടിയേറ്റം. വൈകുന്നേരം 4 ശാസ്താവിനെ ദ്രവ്യം സമർപ്പിച്ച് പ്രാർത്ഥിച്ചിട്ടാണ് ദേശത്തെ ആചാര്യയുടെ നേതൃത്വത്തിൽ ദേശക്കാർ മുൻകൂട്ടി നിശ്ചയിച്ച സ്ഥലത്തേക്ക് ലക്ഷണമൊത്ത കവുങ്ങു മുറിക്കുവാൻ പോയത്. അവിടെ നിന്നും അത്യുത്സാഹപൂർവ്വം ആർപ്പും കുരവയുമായി കൊണ്ടുവന്ന കവുങ്ങ് ചെത്തിമിനുക്കിയാണ് കൊടിമരമാക്കിയത്. ശാസ്താവിന്റെ നിലപാടു തറയ്ക്ക് സമീപം മാടമ്പി വിളക്ക് തെളിയിച്ച ദേവസ്വം അധികാരി നെൽപ്പറ നിറച്ചതിനു ശേഷമാണ് കവുങ്ങ് ചെത്തിമിനുക്കിയത്. ക്ഷേത്ര നടപ്പുരയിൽ വെച്ച് ഒന്നിടവിട്ട് ആലിലകളും മാവിലകളും 7 സ്ഥാനങ്ങളിൽ ചാർത്തി കൊടിമരം അലങ്കരിച്ചു. കൊടിമരക്കൈയിൽ കൊടിക്കൂറ അലങ്കരിച്ച കൊടിമരം 8:30 ദേശക്കാരാണ് ഉയർത്തിയത്. തുടർന്ന് ക്ഷേത്രം ഊരാളന്മാർ ദർഭപുല്ല് കൊടിമരത്തിൽ ബന്ധിപ്പിച്ചു. വാദ്യഘോഷങ്ങളൊന്നുമില്ലാതെ ചമയങ്ങളില്ലാതെ ഒരു ഗജവീരന്റെ പുറത്ത് ഊരാളൻ കുടുംബാംഗത്തെ കയറ്റി കുത്തുവിളക്കുകളുടെ അകമ്പടിയോടെ 7 കണ്ടം അതിർത്തി വരെ ആനയിച്ചു. അവിടെ വെച്ച് അടിയന്തിരം മാരാർ ശംഖധ്വനി മുഴക്കി. തുടർന്ന് ത്രിപുട താളത്തിൽ വാദ്യഘോഷങ്ങളോടെ ആർപ്പും കുരവയുമായ ജനസഞ്ചയം ക്ഷേത്രത്തിലേക്ക് മടങ്ങി. ത്രിപുടമേളം ക്ഷേത്ര നടപ്പുരയിൽ കലാശിച്ചു. ഇനിയൊരു ഇടവേള. മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ്, an ISO quality specified diagnostic center. മണ്ണുത്തിയിൽ ആദ്യമായി ഡിജിറ്റൽ എക്സ്റേ, അൾട്രാസൗണ്ട് ആൻഡ് കളർ ഡോപ്ലർ സ്കാനിംഗ്, മോഡുലാർ ലബോറട്ടറി, ECG ആൻഡ് ഡോക്ടേഴ്സ് കൺസൾട്ടേഷൻ. ഇപ്പോൾ ഇവയെല്ലാം ഒരു കുടക്കീഴിൽ. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര നിലവാരമുള്ള അതിനൂതന ടെക്നോളജിയുടെ ഫുള്ളി ഓട്ടോമാറ്റിക് അനലൈസറുകളുടെ സഹായത്താൽ കൃത്യതയാർന്ന പരിശോധനാ ഫലങ്ങൾ. റാൻഡോക്സ് QC UK, ക്രിസ്ത്യൻ മെഡിക്കൽ കോളേജ് വെല്ലൂർ എന്നീ ഗുണമേന്മ പരിശോധനയുടെ അംഗീകാരം. ഹോം കണക്ഷൻ, സ്പെഷ്യൽ ഡിസ്കൗണ്ടുകളോടുകൂടിയ ഹെൽത്ത് പാക്കേജുകൾ എന്നീ സേവനങ്ങളും ലഭ്യമാണ്. ഓർത്തോപീഡിക് സർജൻ തിങ്കൾ വ്യാഴം ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും ENT സ്പെഷ്യലിസ്റ്റ് ബുധൻ വെള്ളി ദിവസങ്ങളിൽ വൈകുന്നേരം 5 മണി മുതലും സേവനമനുഷ്ഠിക്കുന്നതാണ്.
സ്കാനിങ്ങിനും ഡോക്ടർമാരുടെയും ബുക്കിംഗിനുമായി കോൺടാക്ട് മെഡിപ്ലസ് ഡയഗ്നോസ്റ്റിക്സ് സുവർണ ബസാർ മണ്ണുത്തി. ഫോൺ 0487237237 മൊബൈൽ 7902272374. 35 വർഷത്തെ പ്രവൃത്തി പരിചയമുള്ള മണ്ണുത്തിയിലെ ഏക സ്ഥാപനം രചന ലബോറട്ടറി. ഫുള്ളി കമ്പ്യൂട്ടറൈസ്ഡ് ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഹെമറ്റോളജി, ബയോകെമിസ്ട്രി, ഇലക്ട്രോലൈറ്റ്സ്, ഹോർമോൺസ്, സെറോളജി, ക്ലിനിക്കൽ പാത്തോളജി, ECG, ഫുള്ളി ഓട്ടോമാറ്റിക് മെഷീനറികളുടെ സഹായത്താൽ ഉത്തരവാദിത്വത്തോടുകൂടി റിസൾട്ടുകൾ പേഷ്യൻസിന് ലഭ്യമാക്കുന്നു. ഒറ്റ ഫോൺ കോളിൽ ഹോം സർവീസ്. വിദഗ്ധരായ ടെക്നീഷ്യന്മാരുടെ സേവനം. എല്ലാ ദിവസവും രാവിലെ 7 മുതൽ വൈകിട്ട് 7 വരെയും ഞായറാഴ്ചകളിൽ രാവിലെ 7 മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും തുറന്നു പ്രവർത്തിക്കുന്നു. രചന ലബോറട്ടറി, NH റോഡ്, മണ്ണുത്തി. an ISO സർട്ടിഫൈഡ് ലബോറട്ടറി. ഉറങ്ങണില്ല, ഏതു നേരം ഈ പാവം പിടിച്ചോണ്ടിരിപ്പാ. കുട്ടി പറയൂ, എന്താണ് യഥാർത്ഥ പ്രശ്നം? ഒന്നുമില്ല. യു ഹാവ് എനി സോർട്ട് ഓഫ് ഡിപ്രഷൻ? പ്രണയ നൈരാശ്യം? മൂട്ടയൊന്നുമില്ല, പക്ഷെ കിടക്കാം. ഇത് ഏത് മെഡിസിൻ? മെഡിസിൻ അല്ല, റോയൽ ബെഡ് ഹൗസ്. ബെസ്റ്റ് റോയൽ ബെഡ് ഹൗസ്, ഷൊർണൂർ റോഡ്, തൃശൂർ. കഥ കേൾക്കാൻ റെഡിയായിട്ടായിരുന്നു അച്ചു വന്നത്. കുനുകുനയുള്ള കുഞ്ഞക്ഷരങ്ങൾ, ഒരു രക്ഷയുമില്ല. പണ്ടുള്ളവർ പറയുന്നത് പോലെ കണ്ണങ്ങട് പിടിക്കുന്നില്ല. വിഷമിച്ചാണ് പോയതെങ്കിലും അമ്മയ്ക്ക് വായിക്കാൻ പാകത്തിന് വലിയ അക്ഷരങ്ങളിൽ കണ്ണിന്റെ എല്ലാ പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരവുമായാണ് എന്റെ കുഞ്ഞ് കൺസൾട്ടന്റ് എത്തിയത് കേട്ടോ. യെസ്, തൃശൂർ മണ്ണുത്തിയിലുള്ള ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്. കണ്ണ് സംബന്ധിച്ച എല്ലാ വിഷമതകൾക്കും കംപ്ലീറ്റ് സൊല്യൂഷൻ ഇവിടെയുണ്ട്. അത്യാധുനിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള നേത്ര ചികിത്സയ്ക്ക് ശേഷം കണ്ണിൽ വന്ന മാറ്റം എനിക്ക് കുറച്ചൊന്നുമല്ല ആത്മവിശ്വാസം നൽകിയത്. ഇനിയും 100 കഥകൾ വായിച്ചു കൊടുക്കാൻ പ്രാപ്തമായ മിഴികളാക്കി തിരിച്ചു തന്നത് ഡോക്ടർ ആശയാണ്. കാഴ്ചയാണ് ഭാഗ്യം. ഡോക്ടർ ആശാസ് അമൃത ഐ ക്ലിനിക്, മണ്ണുത്തി, തൃശൂർ. വീണ്ടും വാർത്തയിലേക്ക്. ലോട്ടറി വില വർധന, ഡയറക്ടറെ പുറത്താക്കുക എന്ന് INTUC. കേരള ലോട്ടറിയുടെ വില 40 രൂപയിൽ നിന്നും 50 രൂപയാക്കി വർദ്ധിപ്പിച്ച ഡയറക്ടറുടെ നടപടി ചെറുകിട ലോട്ടറി ഏജന്റുമാരുടെയും ലോട്ടറി തൊഴിലാളികളുടെയും വിൽപ്പന ഇല്ലാതാക്കും. മേഖലയിലെ തൊഴിലാളി സംഘടനകളുമായി കൂടിയാലോചിക്കാതെ വൻകിട ഏജന്റുമാർ നൽകിയ നിവേദനത്തിന്റെ അടിസ്ഥാനത്തിൽ ഏകപക്ഷീയമായാണ് ഡയറക്ടറുടെ നടപടി. ലോട്ടറി ഔദ്യോഗിക വിതരണ വെബ്സൈറ്റ് ഹാക്ക് ചെയ്തവർക്ക് സംരക്ഷണം നൽകുകയും സംസ്ഥാനത്തിന് പുറത്തേക്ക് ലോട്ടറി കടത്തുന്നവർക്കെതിരെ നടപടിയെടുക്കാതെയും ലോട്ടറിയുടെ കുത്തകവൽക്കരണത്തിന് ചുക്കാൻ പിടിക്കുന്ന സംസ്ഥാന ഭാഗ്യക്കുറി ഡയറക്ടറെ സർക്കാർ പുറത്താക്കണം, അല്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം നടത്തുമെന്ന് തൃശൂരിൽ നടന്ന കേരള ലോട്ടറി ഏജന്റ് ആൻഡ് സെല്ലേഴ്സ് അസോസിയേഷൻ സംസ്ഥാന കമ്മിറ്റി അറിയിച്ചു. സംസ്ഥാന പ്രസിഡന്റ് തോമസ് കല്ലാടന്റെ അധ്യക്ഷതയിൽ നടന്ന യോഗത്തിൽ വർക്കിംഗ് പ്രസിഡന്റ് ലജീവ് വിജയൻ, വൈസ് പ്രസിഡന്റ് ജെയിംസ് അധികാരം, ജനറൽ സെക്രട്ടറി PR സജീവ്, സന്തോഷ് കുമാർ സെൻ, ഫിലിപ്പ് ജേക്കബ്, ജില്ലാ പ്രസിഡന്റുമാരായ KG ഹരിദാസ്, KC പ്രീത്, രാധാകൃഷ്ണൻ വടക്കാഞ്ചേരി, പ്രേംജിത്ത് പൂച്ചാലി, KNA അമീർ, സുബൈർ കൽപ്പറ്റ, കൊച്ചുറാണി തുടങ്ങിയവർ സംസാരിച്ചു. ജലവിതരണം തടസ്സപ്പെട്ടു. ജല അതോറിറ്റിയുടെ പീച്ചിയിൽ നിന്ന് തൃശൂരിലേക്കുള്ള പൈപ്പ് ലൈനിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഏപ്രിൽ 4-ന് കോർപ്പറേഷൻ പരിധിയിൽ ജലവിതരണം തടസ്സപ്പെടുമെന്ന് ജല അതോറിറ്റി വാട്ടർ വർക്ക്സ് സബ് ഡിവിഷൻ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. തൃശൂർ അതിരൂപത മഹാ ജൂബിലി തീർത്ഥാടനം രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ അതിരൂപതയുടെ നേതൃത്വത്തിൽ ക്രൈസ്തവ സഭയുടെ മഹാ ജൂബിലി വർഷത്തിൽ നടത്തപ്പെടുന്ന 28ാം പാലയൂർ മഹാ തീർത്ഥാടനത്തോടനുബന്ധിച്ച് തൃശൂർ ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജിൽ പാലയൂർ മഹാ തീർത്ഥാടന സെൻട്രൽ കമ്മിറ്റി സംഘടിപ്പിച്ച രക്തദാന ക്യാമ്പ് ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് ഡയറക്ടർ റവറന്റ് ഫാദർ റെന്നി മുണ്ടൻ കുര്യൻ ഉദ്ഘാടനം ചെയ്തു. പാലയൂർ മഹാ തീർത്ഥാടനം ജനറൽ കൺവീനർ റവറന്റ് ഫാദർ ജോൺ പോൾ ചെമ്മണ്ണൂർ അധ്യക്ഷനായിരുന്നു. റവറന്റ് ഫാദർ ജോസഫ് വൈക്കാടൻ, റവറന്റ് ഫാദർ ജോ പടയാട്ടി, വിവിധ കമ്മിറ്റി കൺവീനർമാരായ AA ആന്റണി, ഷിബു കാഞ്ഞിരത്തിങ്ങൽ തുടങ്ങിയവർ നേതൃത്വം നൽകി. അതിരൂപതയിലെ വിവിധ സംഘടനകളെയും പ്രസ്ഥാനങ്ങളെ പ്രതിനിധീകരിച്ച് 28 പേർ രക്തം ദാനം ചെയ്തു. ഫാമിലി കൗൺസിലർ നിയമനം. ജില്ലാ നിയമസേവന അതോറിറ്റി തൃശൂരിൽ ആരംഭിക്കുന്ന സമവായം ഫാമിലി കൗൺസിലിംഗ് സ്കീമിൽ
ഫാമിലി കൗൺസിലർ തസ്തികയിലേക്ക് ദിവസവേതന അടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നു. 1500 രൂപയാണ് ദിവസവേതനമായി ലഭിക്കുക. ക്ലിനിക്കൽ കൗൺസിലിംഗ് അല്ലെങ്കിൽ അപ്ലൈഡ് സൈക്കോളജിയിൽ സ്പെഷ്യലൈസേഷനോടുകൂടി BA BSc സൈക്കോളജി, MA MSc സൈക്കോളജി അല്ലെങ്കിൽ സോഷ്യൽ വർക്കിൽ ബിരുദാനന്തര ബിരുദവും യോഗ്യതയുള്ള 30 വയസ്സോ അതിനു മുകളിലോ പ്രായമുള്ളവർക്ക് അപേക്ഷിക്കാം. ഫാമിലി കൗൺസിലിംഗിൽ PG സർട്ടിഫിക്കറ്റ്, ഡിപ്ലോമ ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഉദ്യോഗാർത്ഥികൾക്ക് മാനസികാരോഗ്യ സേവനങ്ങൾ നൽകുന്ന ആശുപത്രി ക്ലിനിക്കിൽ കുറഞ്ഞത് 3 മുതൽ 5 വർഷം വരെ പ്രവൃത്തി പരിചയം ഉണ്ടായിരിക്കണം. കുടുംബ ബന്ധങ്ങളിൽ കൗൺസിലിംഗ് ചെയ്ത് മുൻപരിചയമുള്ളവർക്ക് മുൻഗണന ലഭിക്കും. ഫോൺ 0483236370 എന്ന നമ്പറിൽ ബന്ധപ്പെടുക. മറ്റു വാർത്തകൾ ഒരിടവേളയ്ക്ക് ശേഷം. ആതുര ശുശ്രൂഷ രംഗത്ത് 4 നൂറ്റാണ്ടായി മഹനീയ സേവനം കാഴ്ചവെച്ച് വിലങ്ങന്നൂർ സെന്ററിൽ പ്രവർത്തിക്കുന്ന പനക്കൽ ആയുർവേദ ഫാർമസിയുടെ നവീകരിച്ച ആയുർവേദ ക്ലിനിക് ഇപ്പോൾ തുറന്നു പ്രവർത്തിക്കുന്നു. തിങ്കൾ, വെള്ളി ദിവസങ്ങളിൽ വൈകിട്ട് 3 മുതൽ 6 വരെ ഡോക്ടർ വിനയ ജിബിൻ പനക്കൽ രോഗികളെ പരിശോധിക്കുന്നു. സ്ത്രീകൾക്കായി പ്രത്യേക പരിശോധനാ സംവിധാനം, ഏത് രോഗത്തിനും പ്രതിവിധി. പനക്കൽ ആയുർവേദ ഫാർമസി, വിലങ്ങന്നൂർ. ഫോൺ നമ്പർ 9495225992. വീണ്ടും വാർത്തയിലേക്ക്. ഒല്ലൂർ ഫൊറോന കൗൺസിലിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ റാലി ഏപ്രിൽ 5-ന്. ലഹരി വസ്തുക്കളുടെ ഉപയോഗം മൂലം മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്തിനെതിരെ ബോധവൽക്കരണം നടത്തുവാൻ വികാരി ഫാദർ വർഗീസ് കുത്തൂരിന്റെ അധ്യക്ഷതയിൽ കൂടിയ ഫൊറോന കുടുംബ കൂട്ടായ്മ കൗൺസിൽ തീരുമാനിച്ചു. ഏപ്രിൽ 5-ന് ശനിയാഴ്ച വൈകിട്ട് 5 മണിക്ക് ഒല്ലൂർ ഫൊറോന പള്ളിയിൽ നിന്നും ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ റാലി പനംകുറ്റിച്ചിറ മേരിമാതാ പള്ളിയിൽ സമാപിക്കും. ഫൊറോനയിലെ 18 പള്ളികളിൽ നിന്നുമുള്ളവർ പങ്കെടുക്കും. തുടർന്ന് ചേരുന്ന സമ്മേളനത്തിൽ ഫാദർ വർഗീസ് കുത്തൂർ, ഫാദർ ജോയ് ചിറ്റിലപ്പള്ളി, പോലീസ് അസിസ്റ്റന്റ് കമ്മീഷണർ സുധീർ, സ്നേഹാശ്രമം ഡയറക്ടർ റെവറന്റ് ഫാദർ അലക്സാണ്ടർ കരിക്കാട്ടിൽ, മദ്യവിരുദ്ധ സമിതി അതിരൂപത മുൻ പ്രസിഡന്റ് CP ഡേവിഡ്, ഫൊറോന കൗൺസിൽ സെക്രട്ടറി EJ ആന്റണി തുടങ്ങിയവർ പ്രസംഗിക്കും. ഏറ്റവും പ്രിയപ്പെട്ടവരെ, മദ്യം, മയക്കുമരുന്ന്, രാസലഹരി എന്നിവയുടെ ഉപയോഗം നമ്മെയൊക്കെ പരിഭ്രമിപ്പിക്കുന്ന രീതിയിൽ വർദ്ധിച്ചിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലാണ് ഒല്ലൂർ ഫൊറോന കൗൺസിലിൻ്റെ ആഭിമുഖ്യത്തിലും വിവിധ സംഘടനകളുടെ പങ്കാളിത്തത്തോടെ ഈ വരുന്ന ശനിയാഴ്ച ഏപ്രിൽ 5-ാം തീയതി ഉച്ചതിരിഞ്ഞ് 5 മണിക്ക് ഒല്ലൂർ ഫൊറോന പള്ളിയിൽ നിന്ന് ആരംഭിക്കുന്ന ലഹരി വിരുദ്ധ റാലി നമ്മൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. എത്തിച്ചേരുന്നത് ഒല്ലൂര് മേരിമാത പള്ളി അങ്കണത്തിലാണ്. ഒല്ലൂർ പോലീസ് സ്റ്റേഷനിലെ അസിസ്റ്റന്റ് പോലീസ് കമ്മീഷണർ ശ്രീ സുധീരൻ, മദ്യ നിരോധന വിരുദ്ധ പ്രവർത്തനങ്ങളിൽ വർഷങ്ങളായി സജീവമായി നേതൃത്വം കൊടുക്കുന്ന ഫാദർ അലക്സാണ്ടർ കുരിക്കാട്ടിൽ, തൃശൂർ അതിരൂപതയുടെ മദ്യവിരുദ്ധ സമിതിയുടെ മുൻ പ്രസിഡന്റ് ശ്രീ CP ഡേവിസ് തുടങ്ങിയവർ പ്രസംഗിക്കുന്നു. എല്ലാ ഇടവകകളിൽ നിന്നും സാധിക്കുന്നിടത്തോളം ദൈവജനം കടന്നുവന്ന്, പ്രത്യേകിച്ച് യുവതി യുവാക്കളും ദമ്പതികളും അമ്മമാരുമൊക്കെ കടന്നു വന്ന് ഈ റാലിയെ വിജയിപ്പിക്കുവാനായിട്ട് ഓർമ്മപ്പെടുത്തുന്നു. എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അവധിക്കാല കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. വരടിയം IHRD ടെക്നിക്കൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഏപ്രിൽ ആരംഭിക്കുന്ന മലയാളം, കമ്പ്യൂട്ടിംഗ്, ഡിജിറ്റൽ സാക്ഷരത, ബേസിക്സ് ഓഫ് ഇലക്ട്രോണിക്സ്, കമ്പ്യൂട്ടർ ആൻഡ് IoT എന്നീ ഹ്രസ്വകാല കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിച്ചു. താൽപര്യമുള്ളവർ ഏപ്രിൽ 5-നകം സ്കൂളുമായി ബന്ധപ്പെടുക. ഫോൺ 8547005022. സൗഹൃദ പടവരാടിന്റെ നേതൃത്വത്തിൽ ലഹരി വിരുദ്ധ ജനകീയ പ്രതിരോധ സദസ്സ് സംഘടിപ്പിച്ചു. പ്രസിഡന്റ് ടോണി തോമസ് എടത്തുരുത്തിക്കാരൻ അധ്യക്ഷത വഹിച്ച ജനകീയ സദസ്സ് ഒല്ലൂർ സബ് ഇൻസ്പെക്ടർ ജീസ് മാത്യു ഉദ്ഘാടനം ചെയ്തു. സെക്രട്ടറി ആൻഡ്രൂ ജോസ്, റിട്ടയർഡ് SIയും സോഫ്റ്റ് സ്കിൽ ട്രെയിനർ കം കൗൺസിലറുമായ സേവ്യർ പള്ളിപ്പാടൻ, വൈസ് പ്രസിഡന്റ് CP ഷാജൻ, പടവരാട് സെന്റ് തോമസ് പള്ളി വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി,
കുട്ടനല്ലൂർ സെന്റ് ജൂഡ് പള്ളി വികാരി ഫാദർ ഫ്രാൻസൻ കുരിശിങ്കൽ, ക്ലബ് ട്രഷറേഴ്സ് ബിബിൻ ബേബി, വ്യാപാരി വ്യവസായി ഏകോപന സമിതി പടവരാട് യൂണിറ്റ് ട്രഷറർ വിനോദ് മുള്ളംകുഴി തുടങ്ങിയവർ സംസാരിച്ചു. സ്വർണം പൂശിയ വളകൾ തിരൂരിലുള്ള സ്ഥാപനത്തിൽ പണയം വെച്ച് 1,86,000 രൂപ തട്ടിയെടുത്ത കേസിൽ പ്രതി പിടിയിൽ. മാന്നാമംഗലം മരോട്ടിച്ചാൽ സ്വദേശി ബിബിൻ ബേബിയാണ് പിടിയിലായത്. കഴിഞ്ഞ മാർച്ച് 5-നാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പ്രതി പെരുമ്പാവൂരിൽ നിന്നും സ്വർണം പൂശിയ വളകൾ വാങ്ങി തിരൂരിലുള്ള സ്ഥാപനത്തിൽ 2 ഘട്ടങ്ങളിലായി പണയം വെച്ച് പണം വാങ്ങുകയായിരുന്നു. വീണ്ടും പണയം വയ്ക്കുവാൻ വളയുമായി വന്നെങ്കിലും ജീവനക്കാരുടെ പെരുമാറ്റത്തിൽ സംശയം തോന്നിയ പ്രതി പണം വാങ്ങിക്കാതെ തിരിച്ചു പോവുകയായിരുന്നു. തുടർന്ന് നടത്തിയ പരിശോധനയിലാണ് വളകൾ സ്വർണമല്ലെന്ന് തിരിച്ചറിഞ്ഞത്. സ്ഥാപനത്തിന്റെ മാനേജർ വിയൂർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി. വിയൂർ പോലീസിന്റെ നിർദ്ദേശപ്രകാരം സ്ഥാപനത്തിൽ വന്നാൽ ചെക്ക് തരാം എന്ന് പറഞ്ഞ് പ്രതിയെ സ്ഥാപനത്തിലേക്ക് അതിവിദഗ്ധമായി വിളിച്ചുവരുത്തിയാണ് അറസ്റ്റ് ചെയ്തത്. ഒല്ലൂർ, വടക്കാഞ്ചേരി എന്നീ സ്റ്റേഷനുകളിൽ പ്രതിക്കെതിരെ സമാനമായ രീതിയിലുള്ള കേസുകളുണ്ടെന്ന് അന്വേഷണത്തിൽ വ്യക്തമായി. വിയൂർ പോലീസ് ഇൻസ്പെക്ടർ മിഥുൻ, സബ് ഇൻസ്പെക്ടർമാരായ നൂർ റഹ്മാൻ, ജയൻ, അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ജോമോൻ, സിവിൽ പോലീസ് ഓഫീസർ ടോമി എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കത്തോലിക്ക കോൺഗ്രസ് യൂത്ത് കൗൺസിൽ രാസലഹരി മയക്കുമരുന്ന് ഉപയോഗത്തിനെതിരെ കളക്ട്രേറ്റ് പടിക്കൽ നടത്തിയ ഉപവാസ സമരം സഹായമെത്രാൻ മാർ ടോണി നീലങ്കാവിൽ ഉദ്ഘാടനം ചെയ്തു. കുട്ടനല്ലൂർ ഹൈലൈറ്റ് മാളിൽ പിരിക്കുന്ന അനധികൃത പാർക്കിംഗ് ഫീസ് തൃശൂർ മേയർ എത്തി നിർത്തലാക്കി. വഖഫ് ബിൽ പാസാക്കിയ കേന്ദ്ര സർക്കാരിനെ അഭിവാദ്യമർപ്പിച്ച് ബി.ജെ.പി. സിറ്റി ജില്ലാ കമ്മിറ്റി നഗരത്തിൽ ആഹ്ലാദ പ്രകടനം നടത്തി. ലോട്ടറി വിലവർധന ഡയറക്ടറെ പുറത്താക്കണമെന്ന് INTUC. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.